2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കേരളം എന്ന സംസ്ഥാനം കടന്നിരിക്കുകയാണ്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 2026 ഏപ്രിൽ മാസം 2ാം വാരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും അതുപോലെ തന്നെ NDAയെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. CPMനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ രാജ്യത്ത് അവർ അധികാരത്തിലിരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അതിനാൽ തന്നെ കേരളത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യമുണ്ടായാൽ കേരളത്തിൽ മാത്രമല്ല ഈ രാജ്യത്തെമ്പാടും ഇടതുമുന്നണിയുടെയും പ്രത്യേകിച്ച് CPMൻ്റെയും അസ്തിത്വം വെല്ലുവിളിക്കപ്പെടും എന്ന യാഥാർത്ഥ്യത്തിന് നേരെ നിന്നുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ CPMനെ അക്ഷരാർത്ഥത്തിൽ നിയന്ത്രിച്ചിരുന്നത് പിണറായിയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തെ CPM എന്ന സംവിധാനത്തെ പിണറായി തൻ്റെ വരുതിക്ക് നിർത്താൻ തുടങ്ങിയിട്ട് 2016 മുതൽ കണക്കെടുത്താൽ ഒരു പതിറ്റാണ്ട് കാലമായി. ഈ അപ്രമാദിത്വം പിണറായി വിജയന് നഷ്ടപ്പെട്ടു പോകുവാനും CPMൻ്റെ പരാജയം കാരണമാകും എന്നതാണ് വസ്തുത. ഇനി UDFനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ അപ്പോൾ ഒരു പതിറ്റാണ്ട് കാലമായി അവർ അധികാരത്തിന് പുറത്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. മുൻപ് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും MP മാരായിരിക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ ദേശീയ തലത്തിലും കേരളത്തിൽ അധികാരം പിടിക്കേണ്ടത് കോൺഗ്രസിൻ്റെ അനിവാര്യതയാണ്. ഏതെങ്കിലും വിധേന 2026 അധികാരത്തിലെത്തുവാൻ സാധിച്ചില്ലെങ്കിൽ UDF എന്ന രാഷ്ട്രീയ മുന്നണിയുടെയും കോൺഗ്രസ് എന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെയും അസ്തിത്വവും CPMൻ്റേതുപോലെ തന്നെ വെല്ലുവിളിക്കപ്പെടും എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ മുന്നേറ്റമുണ്ടാക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് ആദ്യമായി താമര ചിഹ്നത്തിൽ ഒരു MP വിജയിപ്പിക്കുവാനും അവർക്ക് സാധിച്ചു. എന്നാൽ തങ്ങളുടെ വോട്ട് ശതമാനം 19% മുകളിലേക്ക് ഉയർത്തുവാൻ അല്ലെങ്കിൽ 19% തന്നെ നിലനിർത്തുവാൻ BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷമായി CPM വീഴുന്ന സാഹചര്യത്തിൽ ഉയർന്നു വരുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിനാണ് BJPയും തയ്യാറെടുക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കേരള നിയമസഭയിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് 5 MLAമാരെയെങ്കിലും വിജയിപ്പിക്കണം എന്ന പദ്ധതിയാണ് BJP ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ 2026 കേരളത്തിൽ ആര് അധികാരത്തിലെത്തുമെന്ന വ്യക്തമായ സൂചനകൾ നൽകുന്ന ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ദേശീയ വാർത്താ മാധ്യമമായ NDTVയാണ് വോട്ട് വൈബ് ഇന്ത്യ എന്ന പേരിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. NDTVയുടെ വോട്ട് വൈബ് സർവേ ഫലം അനുസരിച്ച് ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ശതമാനക്കണക്കിൽ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ 23.8% ആളുകൾ ഭരണം മികച്ചതാണെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഭരണം കുഴപ്പമില്ല എന്ന് അഭിപ്രായപ്പെടുന്ന 10.7% ആളുകളാണുള്ളത്. ഭരണം അതിദയനീയമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന 31% ആളുകൾ, ഭരണം ദയനീയമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന 20.9% ആളുകളുമുണ്ട്. അതുപോലെ തന്നെ ഭരണം താരതമ്യേന കുഴപ്പമില്ല എന്ന് അഭിപ്രായപ്പെടുന്നത് കേവലം 11.8% ആളുകൾ മാത്രമാണ്. ഇത്തരത്തിൽ 51%-ലധികം ആളുകൾ ഭരണം ദയനീയമാണെന്നും ശക്തമായ ഭരണവിരുദ്ധ വികാരം അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നും അഭിപ്രായപ്പെടുന്നത് കൃത്യമായ ഒരു ഭരണമാറ്റത്തിൻ്റെ സൂചനയായിട്ടാണ് NDTVയും രാഷ്ട്രീയ വൃത്തങ്ങളും വിലയിരുത്തുന്നത്. ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് അധികാരത്തിലേറിയ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള 2ാം സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾക്ക് വിരുദ്ധാഭിപ്രായം ഉണ്ടാകുവാനുള്ള കൃത്യമായ കാരണങ്ങളും ഈ സർവേ ഫലത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് ശതമാനക്കണക്കിൽ വിശകലനം ചെയ്ത് വ്യക്തമാക്കുന്ന കണക്കുകളും NDTV ഇവിടെ നിരത്തിയിട്ടുണ്ട്. ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കേരളത്തിൽ ജനങ്ങൾ ഏറ്റവും അധികം സർക്കാരിന് എതിരാകുന്നത് വിലക്കയറ്റം മൂലമാണ്. 22.7% ആളുകൾ വിലക്കയറ്റം തങ്ങളെ സർക്കാരിനെതിരാക്കിയെന്ന അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അഴിമതിയാണ് തങ്ങളെ സർക്കാരിന് എതിർപ്പാക്കിയത് എന്ന അഭിപ്രായ പ്രകടനമാണ് 18.4% ആളുകൾ പങ്കുവച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലഹരിയുടെ വ്യാപനം ഒരു വലിയ ഗുരുതര പ്രശ്നമായി സർക്കാരിന് മേലുള്ളൊരു കുറ്റാരോപണമായി 11.7% ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വികസനത്തിലെ പോരായ്മ ഒരു പോരായ്മയായി 5.6% ആളുകളും ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് മാത്രമല്ല അതിനുള്ള കൃത്യമായ കാരണങ്ങളും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ പ്രധാനമായും ജനങ്ങളെ ബാധിക്കുന്ന വിഷയം അവരുടെ ജീവൽ പ്രശ്നങ്ങളാണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വികസനം എന്നതിനപ്പുറം വിലക്കയറ്റവും അഴിമതിയും ലഹരി വ്യാപനവുമാണ് കേരളത്തിലെ ജനങ്ങൾ സർക്കാരിനെതിരാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുകയാണെങ്കിൽ ഏതെല്ലാം രാഷ്ട്രീയ മുന്നണികൾക്ക് എത്രയെല്ലാം വോട്ടുകൾ ലഭിക്കുമെന്ന കൃത്യമായ കണക്കും NDTVയുടെ വോട്ട് വൈബ് സർവേ പുറത്തുവിടുന്നുണ്ട്. അതും ശതമാനക്കണക്കിൽ നോക്കുകയാണെങ്കിൽ UDFന് കൃത്യമായ ഒരു ആധിപത്യമുള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. ആ കണക്കുകൾ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം.
വോട്ട് വൈവ് സർവേ ഫലം പ്രകാരം 32.7% വോട്ടുകളാണ് UDFിന് ലഭിക്കുക. LDFിന് അതേ സമയത്ത് ലഭിക്കുക കേവലം 29.3% വോട്ടുകൾ മാത്രമാണ്. അതായത് ഏകദേശം 3%-ലധികം വോട്ടുകളുടെ അന്തരമാണ് LDFും UDFും തമ്മിൽ നിലനിൽക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം 19.8% വോട്ട് അവർക്ക് നേടാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മറ്റൊരു കണക്കാണ്. ഇവിടെ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യും എന്ന് പറയുന്നത് കേവലം 3% ആളുകൾ മാത്രമാണെങ്കിൽ ഇതുവരെയും തങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാത്ത 7.5% ആളുകളും നിലനിൽക്കുന്നുണ്ട്. ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാത്ത 7.5% ആളുകളുടെ സാന്നിധ്യം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏതു മുന്നണി ആധിപത്യം നേടുന്നു എന്നതിനെ അധികാരമാക്കിയായിരിക്കും ഈ 7.5% ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നത് ഇടതു വലതു മുന്നണികൾക്കും BJPക്കും ഒരുപോലെ വെല്ലുവിളിയും പ്രതീക്ഷയും നൽകുന്ന ഒരു ഘടകമാണെന്നാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബാധ്യതയാകുവാൻ പോകുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന കണക്കുകളും NDTVയുടെ വോട്ട് വൈവ് സർവേയിൽ പുറത്തു വന്നിട്ടുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം തെരഞ്ഞെടുപ്പിലും പിണറായി തന്നെ നയിക്കുമെന്ന് അവരുടെ നേതാക്കൾ സംശയമേതുമില്ലാതെ വ്യക്തമാക്കുമ്പോഴാണ് ഇത്തരം നിർണായകമായ ഈ കണക്കുകൾ പുറത്തു വരുന്നത്. കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ ഭാവി മുഖ്യമന്ത്രിയായി ആരെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് പിണറായി വിജയൻ്റെ ജനപ്രീതിയിൽ വന്നിട്ടുള്ള കുത്തനെയുള്ള ഇടിവ് വ്യക്തമാക്കുന്നത്. പിണറായിയേക്കാൾ ഒരു പടി പിന്നിൽ മാത്രം KK ശൈലജ എന്ന നേതാവിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ പകരുന്ന ഒരു ഘടകമാണ് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. എന്നാൽ കോൺഗ്രസ് ക്യാമ്പിലേക്ക് വരുമ്പോൾ VD സതീശനും ശശി തരൂരും KC വേണുഗോപാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി ഉയർന്നു വരുന്ന കാഴ്ചയും VD സതീശൻ്റെ പിന്തുണയിൽ അഭൂതപൂർവമായ ഒരു വളർച്ചയുണ്ടായിട്ടുള്ളതും ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ആ കണക്കുകൾ നാം പരിശോധിക്കുകയാണെങ്കിൽ അത് ഇപ്രകാരമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ജനപ്രീതിയിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് VD സതീശനാണ്. 22.4% ആളുകളുടെ പിന്തുണയാണ് പ്രതിപക്ഷ നേതാവിന് ലഭിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിയായ പിണറായി വിജയന് കേവലം 18% ആളുകളുടെ പിന്തുണ മാത്രമേ ലഭിക്കുന്നുള്ളൂ. KK ശൈലജ എന്ന CPM നേതാവിന് മുൻ ആരോഗ്യമന്ത്രിക്ക് 16.9% ആളുകളുടെ പിന്തുണയുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷന് 14.7% ആളുകളുടെ പിന്തുണയും ശശി തരൂരിന് 9.8% ആളുകളുടെ പിന്തുണയും KC വേണുഗോപാലിന് 7.5% ആളുകളുടെ പിന്തുണയുമുണ്ട്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നിടത്ത് പോലും അദ്ദേഹത്തിന് 7% ആളുകളുടെ പിന്തുണയുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഇവിടെ രണ്ട് കണക്കുകൾ BJPക്ക് ഏറെ പ്രസക്തമാണ്. അതായത് വോട്ടിംഗ് കണക്കുകളിൽ 19.8% പേരുടെ പിന്തുണ അവർക്ക് ലഭിക്കുന്നതും രാജീവ് ചന്ദ്രശേഖരനെ മുഖ്യമന്ത്രിയായി 14.4% ആളുകൾ കാണുന്നതും BJPക്ക് കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുവാനുള്ള ഒരു ഭാവിയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിലവിലുള്ള മുഖ്യമന്ത്രിയായ പിണറായി വിജയനേക്കാൾ ജനപ്രീതിയിൽ 4% ആധിപത്യം നേടുവാൻ പ്രതിപക്ഷ നേതാവിന് സാധിച്ചിട്ടുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. വരാനിരിക്കുന്ന കൃത്യമായ ഭരണമാറ്റത്തിൻ്റെ ഏറ്റവും നല്ല സൂചനയായിട്ടും ഇതിനെ വിലയിരുത്തുവാൻ കഴിയും. എന്നാൽ കോൺഗ്രസ് ക്യാമ്പിനുള്ള വ്യക്തമായ ചില മുന്നറിയിപ്പുകളും ഈ സർവേ ഫലം വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് അവരോട് അവിശ്വാസം നിലനിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇത്തരത്തിൽ സർവേ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ ചില സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇനി ശതമാന കണക്കുകളിൽ ഏതൊക്കെയാണ് കോൺഗ്രസിന് വെല്ലുവിളിയാകുന്ന കാര്യങ്ങൾ എന്ന് നോക്കിയാൽ 42.2% ആളുകൾ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസം കോൺഗ്രസിനും UDFിനും വെല്ലുവിളിയാകുമെന്നാണ്. അതുപോലെ തന്നെ ശക്തമായ ഒരു നറേറ്റീവ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രൊപ്പഗാൻഡ മുന്നോട്ട് വെക്കുവാനുള്ള കോൺഗ്രസിൻ്റെ അപര്യാപ്തത അല്ലെങ്കിൽ കഴിവുകേട് 8% ആളുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ശക്തനായ ഒരു നേതാവിൻ്റെ അഭാവം 7% ആളുകൾ ഒരു പോരായ്മയായി കാണുന്നു. അണികളുടെ മനോവീര്യം തകർന്ന നിലയിലാണെന്നുള്ളത് 1.8% ആളുകൾ ഒരു പോരായ്മയായി കാണുന്നുണ്ട്. ഇങ്ങനെ വോട്ട് കണക്കിലും ജനപ്രീതിയിലും കോൺഗ്രസും കോൺഗ്രസിൻ്റെ നേതാവും വളരെയധികം CPMനേക്കാൾ ആധിപത്യം നേടുന്ന ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ 7.5% ആളുകൾ വോട്ട് ചെയ്യുന്നത് ആർക്കാണെന്ന് നിശ്ചയിച്ചിട്ടില്ലാത്തതും BJPയുടെ ശക്തമായ സാന്നിധ്യവും UDFിനെയും LDFിനെയും ഒരുപോലെ ആഹ്ലാദിപ്പിക്കുകയും വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്ന ഒരു ഘടകമാണ്. അതായത് 7.5% ആളുകളുടെ വോട്ട് സ്വാധീനിക്കുവാൻ കഴിഞ്ഞാൽ ഭരണം ഉറപ്പാക്കുവാനും പിന്നിൽ നിൽക്കുന്നവർക്ക് ഭരണം തിരികെ പിടിക്കുവാനുമുള്ള സാഹചര്യമുണ്ട് എന്നാണ് അത് വ്യക്തമാക്കുന്നത്.
അതുപോലെ തന്നെ BJPയുടെ ഈ കടന്നുകയറ്റം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDFന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും ഈ സർവേ ഫലത്തിൽ നിന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേതൃതലത്തിലെ യോജിപ്പോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കേരളത്തിൽ ഒരു പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിൽ തിരികെ എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന വ്യക്തമായ മുന്നറിയിപ്പും സർവേ ഫലം തരുന്നുണ്ട്. എന്നാൽ ആകെത്തുക നോക്കിയാൽ കേരളത്തിൽ വ്യക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നും മഹാഭൂരിപക്ഷത്തോടുകൂടി UDFന് അധികാരത്തിലേക്ക് തിരികെ വരുവാനുള്ള ഏറ്റവും മികച്ച സാഹചര്യമാണ് ഇത് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. NDTVയുടെ വോട്ട് വൈസ് സർവേയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.